ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് വേറെ 2 സ്റ്റെപ്പിൽ നമുക്ക് നല്ല അടിപൊളി ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പുറമൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിനായിട്ട് ഒരുപാട് ടൈം വേണ്ട. അതിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മിക്സ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് വെളിയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റും അകമൊക്കെ നല്ല ജ്യൂസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മാറ്റീസ് 5 സ്റ്റാർ എന്ന് പറയുന്ന കമ്പനിയുടെ ഇൻസ്റ്റൻറ്റ് മിക്സാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതിൽ 2 പാക്കറ്റാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ ചെറിയ പാക്കറ്റിലുള്ള ആ പൗഡർ ഇതിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ചിക്കന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട. ഓൾറെഡി ഈ പൗഡറിൽ ചെറിയൊരു ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഏകദേശം ഒരു ചിക്കൻ്റെ ആവശ്യത്തിനായിട്ട് ഉള്ളതിൽ നിന്ന് ഒരല്പം കുറച്ചിടുക. ഇനി ഇത് നമുക്ക് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ പൊടിയൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ അലിഞ്ഞ് വരത്തക്ക രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഫോർക്കൊക്കെ വെച്ചിട്ടാണെങ്കിലും ഈ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം ഇടുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് ഈ ചിക്കൻ ജ്യൂസി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ നികക്ക രീതിയിൽ വേണം നമ്മൾ വെള്ളത്തിൻ്റെ അളവ് ഒഴിക്കാനായിട്ട്. അത് നമുക്കൊരു 2-3 മണിക്കൂറത്തേക്ക് അത് എത്ര നേരത്തേക്ക് വേണമെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനൊരു 2 മണിക്കൂർ നേരത്തേക്ക് അത് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് പാക്കറ്റിലുള്ള രണ്ടാമത്തെ പൊടിയാണ്. അതിനിപ്പം നമുക്ക് ഇതുപോലെ പൊട്ടിച്ച് ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇത് എത്ര നേരം ഇതുപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കുന്നോ അതിനനുസരിച്ച് ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം ഞാനൊരു 2-3 മണിക്കൂർ അത്രത്തോളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ആ ചിക്കൻ്റെ പീസ് ആ സോക്ക് ചെയ്തതിൽ നിന്ന് എടുത്തിട്ട് ഈ പൗഡറിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ആ രീതിയിലൊരു വ്രിങ്കിൾസ് ഒന്നും ഇതിൽ കിട്ടില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ വീട്ടിൽ അല്ലാതെ തന്നെ ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വേണ്ടവരെ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതിനി നമ്മൾ എല്ലാ ചിക്കനും ഇതുപോലൊന്ന് ജസ്റ്റ് ഇതിൽ കവർ ചെയ്തെടുക്കുക. ഇതിനി കവർ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ കവർ ചെയ്താനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വരാവുന്നതാണ്. ഇപ്പം ഒരു ഏകദേശം 1.5 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് ഓവർ ഹീറ്റിൽ വേണ്ട. ഒരു ജസ്റ്റ് ഒന്ന് ആ സൺഫ്ലവർ ഓയിലൊന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് വേണം നമ്മളിതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുറഭാഗമൊക്കെ ഒരുപാട് അങ്ങ് മുരിഞ്ഞു പോകും. എന്നിട്ട് നമുക്ക് അകം അത്ര ആയിട്ട് കുക്കായിട്ട് കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടും വരും. അപ്പോൾ ഇതിൻ്റെ ഒരു വശമൊക്കെ മൂത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ മറിച്ചിടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു 2-3 തവണ ഇതുപോലെ മറിച്ചും തിരിച്ചു വിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റൊക്കെ ഇതിനുണ്ട്. പിന്നെ ആ രീതിയിലുള്ള വ്രിങ്കിൾസ് ഇതിലില്ല എന്നൊരു കുഴപ്പമേ ഉള്ളൂ. അപ്പം നമ്മളിത് അകം ജ്യൂസി ആയിട്ട് തന്നെയാണ് നമുക്ക് കുക്ക് ചെയ്ത സമയത്ത് കിട്ടുന്നത്. അപ്പം നിങ്ങൾ കുറേ ടൈം കൂടെ ഇതുപോലൊക്കെ സോക്ക് ചെയ്യാനായിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് അകം നല്ല ജ്യൂസി ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇത് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ആ ഒരു രീതിയിലുള്ള ആ ക്രിസ്പിനെസ് ഉള്ളത്. അല്ല നമ്മൾ വീട്ടിൽ സാധാ രീതിയിൽ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടൈമിൽ ഒരുപാട് സമയം ആ ഒരു സെയിം ടെക്സ്ചർ തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ എന്താ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ടൈമൊന്നും വേണ്ട. നമ്മളിത് സോക്ക് ചെയ്ത് വെക്കുകയും പിന്നെ നമ്മൾ കോട്ട് ചെയ്തതിന് ശേഷം വെക്കുന്ന ആ ഒരു ടൈമേ ആവുന്നുള്ളൂ. അല്ല നമ്മൾ സാധാ വീട്ടിൽ തന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ഫുൾ റെസിപ്പി ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ തലേ ദിവസം സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പം അതിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് നല്ല ഡിഫറെൻ്റ് ആണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. മറക്കാത്തല്ലാതെ അതും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.